ഹായ് ഹലോ. മഴയൊക്കെ പിടിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് തണുത്ത് വിറച്ചൊക്കെ ഇരിക്കും എല്ലാവരും അല്ലേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മഴയത്ത് പറ്റിയതാട്ടോ. അതിന് നമുക്ക് ആദ്യമേ 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിനാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി മുഴുത്തൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എടുക്കണേ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിയാപ്പില, ചുമന്നുള്ളി, വറ്റൽമുളക്, ഇഞ്ചി ഇത്രയും സാധനങ്ങളും കൂടെ കൂടി ഒരു എള്ളം ബ്രൗൺ ആകുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ചെറുതായിട്ടൊന്ന് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കി കളയരുത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങയും വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് തരുന്ന സാധനം കേട്ടോ. തേങ്ങ എന്നാലും ചേർത്തില്ലെങ്കിൽ ഒരു സുഖമില്ല. തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാം, എന്നാലും തേങ്ങ ചേർക്കണേ. ഞാനൊരു പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും ഏകദേശം ഒന്ന് ആ ഒന്നൊന്ന് മയത്തിലൊന്ന് വന്നാൽ മതി. ഒത്തിരി നേരം ഒന്നും ഇട്ട് ഫ്രൈ ആക്കി കളയരുതേ. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വാർത്ത് വെച്ചേക്കുന്ന പച്ചരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ട് മതി കേട്ടോ. വെള്ളം ഒന്ന് പതുക്കെ ഒന്ന് വാടി വന്നാൽ മതി. അതിനാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് കളർ മാറരുത്. അരിയുടെയും തേങ്ങയുടെ ഒന്നും കളർ മാറി വരരുത്. അതാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം. ഇപ്പം 4 ഗ്ലാസ് അരിയാണെങ്കിൽ 8 ഗ്ലാസ് ഇരട്ടി വെള്ളം എടുക്കണേ. ഇതിപ്പോൾ നമ്മൾ റേഷനരിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം മതിയേ. അല്ലാണ്ട് മേടിക്കുന്ന അരിക്ക് ഇച്ചിരൂടെ വലിപ്പമൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ഇച്ചിരൂടെ വെള്ളം വേണ്ടി വരും കേട്ടോ. ഈ അരിക്ക് ഇച്ചിരൂടെ വെള്ളം വേണ്ടി വന്നേ. അതോ ഞാനങ്ങനെ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം എടുത്ത് നോക്കിയപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ ഏകദേശം ആകുവേ. എടുത്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റാറുണ്ടല്ലോ. വെള്ളം മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കണേ. പിന്നെ നമ്മൾ ആ ചോറ് ഒരു വറ്റിയെടുത്തൊന്ന് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഉപ്പാണെങ്കിലും നല്ലപോലെ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഉപ്പിടണേ. എന്നെങ്കിൽ നമ്മുടെ ചോറൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇവരിതിന് പൊങ്ങലെന്നും പത്തലെന്നും ഒക്കെ പറയും കേട്ടോ. നമുക്ക് ഇച്ചിരി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടായി കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഇവർക്ക് രണ്ടുപേരുടെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് പറയുവാണേ, ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് നമുക്ക് ആദ്യമേ വരണ്ടേ ഈ മുളകോ കരിയാപ്പിലൊക്കെ ആദ്യമേ അങ്ങോട്ട് കോരിയിട്ട് വെച്ച് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ എന്തോരം അളവ് വേണോ അത്രയും മതി കേട്ടോ. ഇതിൻ്റെ പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയേ. എന്നിട്ട് അതൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് കമഴ്ത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ പ്ലേറ്റ് തിരിച്ച് വെച്ച് അങ്ങ് മറിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഈ മഴയത്തൊക്കെ ഇതൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് എന്നാലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അവരിത് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നേ. ചുക്കുവെള്ളം കേട്ടോ നമ്മളിപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയാൽ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. വിനിച്ചേട്ടനും ഇഷ്ടം കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കണേ. ബൈ.